വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരണേന്ന്. എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഉള്ള കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഓരോന്നോരോന്നുമായിട്ട് നമുക്ക് കാണാം. എൻ്റെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസും ഇരുനിറക്കാർക്ക്, മീഡിയം ഡസ്കി സ്കിൻ ടോണുകാർക്ക് ചേരുന്ന കളക്ഷൻസാണ്. പിന്നെ എല്ലാം അഫോർഡബിൾ റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കുമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ആദ്യത്തെ കളക്ഷൻ ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഞാൻ ഇടുന്ന സമയത്ത് ഇത് വേറൊരു കാര്യം എന്ന് പറയുമ്പം ഇത് ലിപ്പ് ലൈൻ ചെയ്യാതെ ഇടുമ്പം എനിക്കൊരു ഭംഗിയായിട്ട് ഇത് തോന്നാറില്ല. ലിപ്പ് ലൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഡസ്കി സ്കിൻ ടോണുകാർക്കൊക്കെ ഒരു ഭംഗി തോന്നണമെങ്കിൽ നമ്മൾ ന്യൂഡ് ഷെയ്ഡ് ഇടുന്ന സമയത്ത് ഒരു ലിപ്പ് ലൈനർ കൊണ്ട്, ഒരു ബ്രൗൺ ലിപ്പ് ലൈനറോ എന്ത് കളറാണെങ്കിലും ഒരു ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ന്യൂഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നാലേ അതിനൊരു ഭംഗി തോന്നത്തുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ആദ്യത്തെ ഷെയ്ഡ്. ഞാൻ പിന്നെ വേറൊരു കാര്യം, ഞാൻ കയ്യിൽ സ്വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടില്ല. അപ്പം ഞാൻ എല്ലാം ഇട്ട് കാണിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇപ്പം നോക്കിയേ, ഇത് ഇടുമ്പം ലിപ്സ്റ്റിക് ഒരു ഇടാത്ത പോലത്തെ ഒരു ഫീല് വരുന്നില്ലേ. ഇനി ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ്. ഇനി ഞാനിത് ലിപ്പ് ലൈൻ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ലിപ്പ് ലൈൻ ഇട്ടപ്പം ഇതിനൊരു ഭംഗി വന്നത് കണ്ടില്ലേ. അപ്പം നിങ്ങളും ന്യൂഡ് ഷെയ്ഡ് ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ഇട്ട് നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ലിപ്പ് ലൈനർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയും മാച്ചായി പോകും. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡും ഉണ്ട്, പിന്നെ വേറൊരു ലോക്കലും ഉണ്ട്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ലൊരു ഇതാണ് കേട്ടോ ഇത് മാരി ജോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്, മൾബറിയാണ് ഇതിൻ്റെ ഷെയ്ഡ്. വളരെ നല്ലൊരു ലിപ്പ് പെൻസിലാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ആദ്യത്തെ ഷെയ്ഡ് ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ന്യൂഡ് ഷെയ്ഡ്. ഓക്കെ, അടുത്തത് ബ്ലൂ ഹെവൻ്റെ തന്നെയാണ്, വേറൊരു കളറാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഷെയ്ഡ്. നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ്. ഷെയ്ഡും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഡസ്കി സ്കിൻ ടോണുകാർക്ക് നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കിപ്പം ക്യാമറയിൽ കൂടി എത്രമാത്രം ഒരു ഇതായിട്ട് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഇരുനിറക്കാർക്ക് ചേരുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ്. എല്ലാം അഫോർഡബിൾ റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ലിപ്പ് ലൈൻ ഒന്നും ചെയ്തിട്ടില്ല. ലിപ്പ് ലൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാകും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പം ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അടുത്തത് വന്നിട്ട് മെയ്ബിലിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. 695 നമ്പർ, ഡിവൈൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈൻ വൈൻ എന്നുള്ളൊരു ഷെയ്ഡാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതിനൊന്നും ഞാൻ ലിപ്പ് പെൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലിപ്പ് ലൈൻ ഒന്ന് ചെയ്തതിന് ശേഷം ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ എല്ലാം ഇട്ട് കാണിക്കുന്നതിനെ കൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഇതും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു ഷെയ്ഡാണ്, നമുക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. റെഡൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ, കുട്ടികൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കളറാണ്. നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ചിലത് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. ഇതങ്ങനെയൊന്നുമില്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം ഒരുപാടൊന്നും ലോങ് ലാസ്റ്റിംഗ് ഇല്ലെങ്കിലും ഒരു മീഡിയം കവറേജൊക്കെ കിട്ടും. അപ്പം ഇതാണ് നമ്മളുടെ അടുത്ത ഷെയ്ഡ്. അടുത്ത കളർ നോക്കാം. അടുത്തത് മൈലാപ്പ് എന്ന് പറഞ്ഞിട്ട്, ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 524 സ്വീറ്റ് മസാല എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. കണ്ടില്ലേ, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പെട്ടെന്ന് വാഷ് ഔട്ടായി പോകും.
ഇതാണ് ഈ ഷെയ്ഡ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. എഗെയിൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ നമ്പർ 10 കുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇത് ഞാൻ ലിപ് പെൻസിൽ ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഞാനിതിന് ലിപ് പെൻസിൽ വെച്ചിട്ട് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട്, കാരണം ഞാൻ ഇത്രയും ലിപ്സ്റ്റിക് ഇട്ട് തുടച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊരു മെസ്സി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഷെയ്ഡ്. ബ്രൗൺ ലിപ്സ്റ്റിക് ആവും, ബ്രൗൺ ലിപ്പ് ലൈനർ ആവുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് ഫേസസ് കാനഡയുടെ ഒരു ഷെയ്ഡാണ്. മിനി ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഇതും ഒരു ന്യൂഡ് ഷെയ്ഡിൽ ഇട്ടതാണ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, മിനി ലിപ്സ്റ്റിക്കാണ്. ഫേസസ് കാനഡയുടെ കേട്ടോ. ഇതൊക്കെ നമുക്ക് ചേരുന്ന കളറുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി കാണുമ്പം എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഇട്ട് കാണിക്കുന്നത്. കയ്യിൽ സ്വാച്ച് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇട്ട് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത കളർ നോക്കാം. അടുത്തത് ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ ഗ്ലോസ് മീ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇടാനൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടോ, ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലിട്ടാലും കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. നല്ലൊരു ഇതാണ്. എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ഇടുന്നതിനേക്കാളും ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടുന്നതാണ് ഇഷ്ടം. സ്വിസ് ബ്യൂട്ടിയുടെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം. അടുത്തത് ഇതൊക്കെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ, ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ലാക്മേയുടെ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 15 ഷെയ്ഡ് നമ്പർ വന്നിട്ട് 15. ഇത് ഞാൻ ഇട്ട് കാണിക്കാം. കണ്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അത് നല്ലൊരു ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ 15. കാണുന്നുണ്ടോ? കറക്റ്റുള്ള ഷെയ്ഡ് തന്നെയാണോ കാണുന്നത് എന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ കൂടി കാണുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് മീഡിയം സ്കിൻ ടോണുകാർക്ക് ബെസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം. എഗെയിൻ വീണ്ടും ഫേസസ് കാനഡയുടെ ഒരു മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ നമ്പറും ഇതൊക്കെ പോയി. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായി. കിട്ടുകയാണെങ്കിൽ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഇതാണ് ആ ഷെയ്ഡ്. കണ്ടില്ലേ? നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ആ ഒരു ബ്രിക്ക് ഷെയ്ഡില്ലേ, അതിനോട് സാമ്യമുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു കളറാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. മറ്റേ ഇതിനൊക്കെ പോലെ തന്നെ മിനി ലിപ്സ്റ്റിക്ക് നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഷെയ്ഡാണ്. ബാഗിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു, പേഴ്സിലൊക്കെ വെക്കാൻ പറ്റുമല്ലോ. ആകെ ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം. അടുത്തതും ലാക്മേയുടെ തന്നെ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് നമ്പർ വന്നിട്ട് 13. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് തോന്നില്ലേ? നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ലോങ് ലാസ്റ്റും ചെയ്യും. നല്ല ഈ ലാക്മേയുടെ കാണിച്ച ഇതും ഇത് രണ്ടും നല്ല ഷെയ്ഡാണ് കേട്ടോ. നമ്പർ 13 നമ്പർ 15. 15നേക്കാളും കുറച്ചും കൂടി എനിക്കൊരു ഭംഗിയായിട്ട് തോന്നുന്നത് ഇതാണ്. ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. ഇപ്പം നമ്മൾ ലിപ്പ് പെൻസിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല.
ലിപ് പെൻസിലൊക്കെ ബ്രൗൺ ഷെയ്ഡൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് നമ്മൾ. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. ഇത് ഞാൻ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിൽ എനിക്ക് ചേരാത്തൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. ഞാൻ പറഞ്ഞത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ഇങ്ക് ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ, പക്ഷെ ഇതെനിക്ക് ചേരാത്തൊരു കളറാണ്. ഇതാണ് ഈ ഷെയ്ഡ്. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഫെയറായ ആളുകൾക്കൊക്കെ ഇത് നല്ല സൂപ്പറായിരിക്കും. കണ്ടില്ലേ, ഭയങ്കര എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ഡസ്കി സ്കിൻ ടോൺ അല്ലേ, അപ്പം നമ്മളിത് ഇടുന്ന സമയത്ത് ഭയങ്കര എടുത്ത് കാണിക്കും. ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും ഈ ഷെയ്ഡ്. ഞാനിത് ലിപ് പെൻസിൽ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ബ്രൗൺ കളർ ലിപ് പെൻസിൽ ചെയ്യുമ്പം ഇതെങ്ങനെയുണ്ടാവും എന്ന് നോക്കട്ടെ. കണ്ടോ, ലിപ് പെൻസിൽ ചെയ്തപ്പം വലിയൊരു കുഴപ്പമില്ല. ആ ഒരു എടുത്ത് കാണിക്കുന്ന കളറ് ഇല്ല, കുറച്ചൊരു കളറിനൊരു ഡിഫറൻസ് വന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇടണേ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് കാണാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ദേ മെബിലിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിട്ട പോവത്തേയില്ല. നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെയും ഇത് അതുപോലെ ഇരിക്കും. ഞാൻ റിമൂവ് ചെയ്യുന്നത് വൈപ്സോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ വെച്ചിട്ടാണ്. കോക്കനട്ട് ഓയിൽ വെച്ച് നമ്മളത് റിമൂവ് ചെയ്താലും അതിൻ്റെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മളെ ചുണ്ടിലുണ്ടാകും. ഭയങ്കര ലോങ് ലാസ്റ്റാണ് ഇത്. പിന്നെ ഇത് എന്ന് പറയുമ്പം റെഡ് കളറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. കണ്ടോ, നല്ലൊരു ഷെയ്ഡല്ലേ. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനെ നിന്നോളും. വൈകിട്ട് വരെ യാതൊരുവിധ ഉപദ്രവവും ഇല്ല ഇതിനെ കൊണ്ട്. പോവത്തുമില്ല, ഒന്നുമില്ല. ഞാൻ പെൻസിൽ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണിച്ച എല്ലാ ഷെയ്ഡും ഡസ്കി മീഡിയം സ്കിൻ ടോണുകാർക്ക് ചേരുന്നതാണ്. ഇതൊഴികെ ഇത് ചേരത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയാൻ കാരണം. ഇത് ചേരത്തില്ല. ബാക്കി എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡും മീഡിയം സ്കിൻ ടോണുകാർക്ക് ചേരുന്നതാണ് കേട്ടോ. ഇത് ഏറ്റവും ലാസ്റ്റ് കാണിക്കാൻ കാരണം ഇത് തൂത്താലൊന്നും പോകത്തില്ല. ഞാൻ ക്ഷീണിച്ചു ഇത് ലിപ്സ്റ്റിക് ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റ് കാണിച്ചത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു.